അടിപൊളിയായിരുന്നു. സത്യം പറയാലോ, എനിക്ക് ഒരുപാട് ഞാൻ അത്ര എക്സ്പെക്റ്റേഷൻ ഇല്ലാതെയാണ് ചെന്നത്. ബട്ട് ഇറ്റ് വാസ് സോ ഗുഡ്. എനിക്ക് എല്ലാവരെയും ആക്ടിങ് ഇഷ്ടപ്പെട്ടു. ഇടയിൽ ഒരു ഫൈറ്റ് സീൻ വരുന്നുണ്ട്. അതും എല്ലാ ഷോർട്ടും കട്ട്സും എഡിറ്റ്സും എല്ലാം അടിപൊളിയായിരുന്നു. കൊള്ളാം, സൂപ്പറാണ്. ഇതുവരെ ചെയ്തത് വെച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ നടക്കുന്ന സിനിമയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ നാട്ടുകാരായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമയാണ്. അല്ലമീൻ ടീമും പൊളിച്ച് സിനിമയും പൊളിച്ച് കിടിലൻ സിനിമ, നല്ലൊരു സിനിമയായി. നല്ലത്. അതിൻ്റെ ഇപ്പം ഇറങ്ങിയതിനെ കാട്ടിയും ഏറ്റവും നല്ല സിനിമ. ഇപ്പം നല്ല അഭിനയം, ഒരു വെറൈറ്റി ഉണ്ട്. ക്ലൈമാക്സ് ആണ് ഏറ്റവും സൂപ്പർ. നന്നായിട്ടുണ്ട്. ഡിഫറെൻ്റ് ആണ്. ഇപ്പം മുമ്പ് ചെയ്തിട്ടുള്ളത് വെച്ച് നോക്കുമ്പം ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ളത്. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. നല്ല പടം കേട്ടോ, നല്ല പടം. കോമഡി ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. നല്ല അഭിനയം, ഒരു വെറൈറ്റി ഉണ്ട്. പഴയ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു വെറൈറ്റി ഉണ്ട്. നല്ല രീതിയിൽ ചെയ്തിട്ട് നല്ല പടം. എന്തോ നന്നായി, നല്ല എന്തോ കുഴപ്പമില്ല. കോമഡി ഉണ്ട്, അത്യാവശ്യം കോമഡി ഉണ്ട്. കിടില മൂവി കിടില, സൂപ്പറാണ്. അല്ലമീൻ ടീമും പൊളിച്ച് സിനിമയും പൊളിച്ച് കിടിലൻ സിനിമ, നല്ലൊരു സിനിമയായി. നല്ലത്. അതിൻ്റെ ഇപ്പം ഇറങ്ങിയതിനെ കാട്ടിയും ഏറ്റവും നല്ല സിനിമ. ഇപ്പം അടിപൊളിയായിരുന്നു, വേറെ ലെവലായിരുന്നു. കുഴപ്പമില്ല. ധ്യാൻ ശ്രീനിവാസിൻ്റെ അങ്ങനത്തെ ഒരു ആദ്യമായിട്ടാണ്, പ്രശ്നമില്ല. നല്ല പടം. നിങ്ങൾ കണ്ടായിരുന്നോ? കുഴപ്പമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സിനിമ ഉള്ള കാണുന്നത്. നല്ല പടമായിരുന്നു. എനിക്ക് എല്ലാ പടത്തെ കുറിച്ച് പറയാറില്ല. കുഴപ്പമില്ലായിരുന്നു. നല്ലതായിരുന്നു. കൊള്ളാം. ഇപ്പം അടുത്ത ഒരു ഇതിൻ്റെയും പറഞ്ഞിട്ടുണ്ട്, നല്ലതാണ്. ക്ലൈമാക്സും കൊള്ളാം, അടിപൊളിയാണ്. എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. നല്ലൊരു എൻ്റർടൈനർ. അടിപൊളിയായിരുന്നു. കൊള്ളാം, കൊള്ളാം. ഇഷ്ടപ്പെട്ടു. കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട് അടുത്ത മൂവിയുടെ ഉള്ളത്. അത്രയുള്ളൂ. ഓക്കെ, ഓവറോൾ അടിപൊളി ഫിലിമാണ്. ധ്യാൻ ഓക്കെയാണ്. ബാക്കി കമ്പാരിറ്റീവ്ലി ഉള്ള ഫിലിം വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. നല്ല അഭിനയമാണ് ധ്യാനിൻ്റെ. നല്ല രസമുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു മേക്കിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറി ഓക്കെ, കൊള്ളായിരുന്നു. പടം എൻഗേജിങ് ആയിരുന്നു. അത്യാവശ്യം ക്ലൈമാക്സ് ഒക്കെ ഓക്കെ ആയിരുന്നു. പെർഫോമൻസ് ഒക്കെ നൈസായിരുന്നു. ധ്യാൻ്റെ പെർഫോമൻസ് ഒക്കെ നൈസായിരുന്നു. കൊള്ളാം ഓക്കെ ആയിരുന്നു. ഓക്കെ, നല്ല സിനിമ. നല്ല ക്രൈമിങ് അവസാനം വരെ നന്നായിട്ടുണ്ട്. നല്ല കാണാം, എല്ലാവരും കാണാവുന്ന ഒരു സിനിമയാണ്. കുഴപ്പമില്ല, നന്നായിട്ട്. ക്ലൈമാക്സ് ആണ് ഏറ്റവും സൂപ്പർ. നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല, വൺ ടൈം വാച്ചബിളാണ്. കൊള്ളാം, സൂപ്പറാണ്. ഇതുവരെ ചെയ്തത് വെച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൊള്ളാം, നന്നായിട്ടുണ്ട്. കൊള്ളാം. കോമഡീസ് അധികം വർക്കൗട്ട് ആയില്ല. ബട്ട് കൊള്ളാം, നന്നായിട്ടുണ്ട്. എടുത്ത് പറയത്തേക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അത് കൊള്ളാം. നന്നായിട്ടുണ്ട്. നല്ല പടമായിരുന്നു, ഇഷ്ടപ്പെട്ടു. സച്ച് ഒരു ബ്രേക്ക് ത്രൂ ഫിലിമാണെന്ന് തന്നെ പറയാം. ട്വിസ്റ്റും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു. എന്തോ അടിപൊളിയായിരുന്നു. സത്യം പറയാലോ, എനിക്ക് ഒരുപാട് ഞാൻ അത്ര എക്സ്പെക്റ്റേഷൻ ഇല്ലാതെയാണ് ചെന്നത്. ബട്ട് ഇറ്റ് വാസ് സോ ഗുഡ്. എനിക്ക് എല്ലാവരെയും ആക്ടിങ് ഇഷ്ടപ്പെട്ടു. ഇടയിൽ ഒരു ഫൈറ്റ് സീൻ വരുന്നുണ്ട്. അതും എല്ലാ ഷോർട്ടും കട്ട്സും എഡിറ്റ്സും എല്ലാം അടിപൊളിയായിരുന്നു. പൊളിച്ചിട്ടുണ്ട്. സീരിയസ്ലി പൊളിച്ചിട്ടുണ്ട്. എല്ലാവരെയും പൊളിച്ചിട്ടുണ്ട്. ഡിഫറെൻ്റ് ആണ്. ഇപ്പം മുമ്പ് ചെയ്തിട്ടുള്ളത് വെച്ച് നോക്കുമ്പം ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ളത്. ചിരിക്കാനും സീറ്റിൻ്റെ എഡ്ജിലിരുന്ന് നോക്കാനും എല്ലാം ഉണ്ട്, സിനിമയിലുണ്ട്.